നമസ്കാരം, പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ബേക്കൽ കോട്ടയുടെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. മണിരത്നത്തിൻ്റെ ബോംബെ സിനിമയിലെ ഉയിരെ എന്ന ഗാനത്തെ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് അതിൻ്റെ പശ്ചാത്തലമായി പ്രത്യക്ഷപ്പെടുന്ന കടലും കടലിനോട് ചേർന്ന് കിടക്കുന്ന കോട്ടയുടെ സൗന്ദര്യവും വഹിച്ച പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ടയുടെ വാസ്തുവിദ്യാ സൗന്ദര്യത്തെ പ്രേക്ഷകരിൽ കോറിയിട്ട അനവധി ഗാനചിത്രങ്ങളും പരസ്യചിത്രങ്ങളും വിവിധ ഭാഷകളിലായിട്ടുണ്ടായിട്ടുണ്ട്. വിവിധ സിനിമകൾക്ക് പശ്ചാത്തല ഭംഗി പകർന്ന ബേക്കൽ കോട്ടയും കടൽ തീരവും വിവാഹ പരസ്യ ചിത്രീകരണങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. ഏഷ്യയിലെ ഒരു പ്രധാന കോട്ടയും കേരളത്തിലെ ഏറ്റവും വലുതും ഏറെ നന്നായി സംരക്ഷിക്കപ്പെടുന്നതുമായ ഒരു സ്മാരകമാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട കേരള ടൂറിസത്തിൻ്റെ ബ്രാൻഡ് ചിഹ്നം കൂടിയാണ്. ഈ കോട്ട കേന്ദ്ര പുരാവസ്തു ഗവേഷണ വിഭാഗത്തിൻ്റെ സംരക്ഷിത സ്മാരകമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ ടൂറിസം ഏരിയകളുടെ കൂട്ടത്തിൽ ബേക്കൽ കോട്ടയുമുണ്ട്. വിദേശികളും സ്വദേശികളുമായി ആയിരക്കണക്കിന് സന്ദർശകർ പ്രതിദിനം ബേക്കൽ കോട്ട സന്ദർശിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. കന്നഡ എഴുത്തുകാരനായ ബേക്കൽ രാമനായ്ക് പറയുന്നത് ബേക്കൽ എന്ന പദത്തിനർത്ഥം ബല്യകുളം അഥവാ വലിയ കുളം എന്നതാണ്. ബല്യകുളം എന്നത് ലോപിച്ച് ബേക്കുളം എന്നും പിന്നീട് ബേക്കൽ എന്നും രൂപാന്തരപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രം നോക്കാം. ബേക്കൽ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയൊക്കെ കീഴിലായിരുന്നു. അതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. കോട്ട നിർമ്മിച്ചത് ആര് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. കംപ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നും അറിയപ്പെടുന്ന ബദിനൂർ നായ്ക്കന്മാരിലെ 1582 മുതൽ 1629 വരെ ഭരണാധികാരിയായിരുന്ന വെങ്കടപ്പ നായ്ക്കൻ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. 1645 മുതൽ 1660 വരെയുള്ള കാലഘട്ടത്തിൽ ഇക്കേരി രാജവംശം ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി ശിവപ്പ നായ്ക്കൻ നിർമ്മാണം പൂർത്തിയാക്കിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതൊന്നുമല്ല, കോലത്തിരി ആയിരിക്കാം കോട്ട പണിതതെന്നും ഇക്കേരി നായ്ക്കന്മാർ അത് പുതുക്കി പണിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് വേറൊരു വാദം. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. നിരീക്ഷണ ഗോപുരം ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മലബാർ കീഴടക്കാനെത്തിയ ടിപ്പുവിൻ്റെ സൈന്യത്തിന് ബേക്കൽ കോട്ട ഒരു പ്രധാന താവളമായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ മലബാർ പടയോട്ട കാലത്ത് ഒരു തന്ത്രപ്രധാനമായിരുന്ന താവളമായിരുന്നു ഇത്. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ബേക്കൽ കോട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണ പരിധിയിലായി. കാനറ ജില്ലയുടെ ഔദ്യോഗിക തലസ്ഥാനവുമായിരുന്നു ഈ കോട്ട. 1909 തെക്കൻ കർണാടക ജില്ലാ കളക്ടറായിരുന്ന ഖാൻ ബഹദൂർ അസീസുദ്ദീൻ സാഹിബ് നിർമ്മിച്ച ടൂറിസ്റ്റ് ബംഗ്ലാവ് കോട്ടയ്ക്കുള്ളിൽ കാണാൻ പറ്റും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1992 കേന്ദ്ര സർക്കാർ പ്രത്യേക ടൂറിസം പ്രദേശമായി ബേക്കൽ കോട്ടയെ പ്രഖ്യാപിക്കുകയുണ്ടായി. 1997-2001 കാലഘട്ടത്തിൽ നടത്തിയ ഉത്ഖനനങ്ങളിലൂടെ നാലുകെട്ട് മാതൃകയിലുള്ള കെട്ടിടങ്ങൾ, ദർബാർ ഹാള്, ക്ഷേത്രം തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ, സ്വർണ്ണക്കമ്മലുകൾ, സ്വർണ്ണപ്പതക്കം, നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹ അച്ചുകൾ, വിജയനഗര സാമ്രാജ്യകാലത്തെ കളിമണ്ണിൻ്റെ അച്ചുകൾ, ടിപ്പു സുൽത്താൻ്റെ കാലത്തെ വെള്ളി ചെമ്പ് നാണയങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടൽപ്പരപ്പിൽ നിന്നും ഏതാണ്ട് 300 അടി ഉയരത്തിൽ ഒരു കുന്നിൻ മുകളിലാണ് ബേക്കൽ കോട്ടയുള്ളത്. എങ്കിലും കടലിൽ നിന്ന് കെട്ടിപ്പൊക്കിയതുപോലെയാണ് കോട്ടയുടെ നിർമ്മിതി.
വെട്ടുകല്ലിൽ തീർത്ത 130 അടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽ ദ്വാരത്തിന് സമാനമാണ്. ഏതാണ്ട് 30-നും 40-നും ഇടയ്ക്ക് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ബേക്കൽ കോട്ട. കോട്ടയുടെ 160 അടി നീളത്തിലുള്ള ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ്. 12 മീറ്റർ ഉയരത്തിലാണ് മതിലുകൾ പണിതിട്ടുള്ളത്. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കവാടം കടന്ന് കോട്ടയ്ക്കുള്ളിലെത്തിയാൽ വാക്കുകളാൽ വിവരിച്ചു തീർക്കാനാവാത്ത ദൃശ്യഭംഗികളും നിർമ്മിതികളുമാണ് കാത്തിരിക്കുന്നത്. അഷ്ടാകൃതിയിലുള്ള ഈ ബഹുസൗധത്തിനകത്ത് 17 കിണറുകളും നിരവധി പടിക്കെട്ടുകളോടുകൂടിയുള്ള വലിയ കുളവും വെടിമരുന്നറയും നിരീക്ഷണ ഗോപുരവും ആയുധപ്പുരകളും കൊത്തളങ്ങളും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും കടലിലേക്കും ബത്തേരിയിലേക്കും തുറക്കുന്ന 2 രഹസ്യ അറകളും ഒക്കെ കാണാൻ പറ്റും. കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കടലിലെ കാഴ്ച വളരെ ദൂരം വരെ കാണാനായിട്ട് നിരവധി ദ്വാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കടലിൽ നിന്ന് നോക്കുന്നവർക്ക് ഇതെളുപ്പം ശ്രദ്ധയിൽപ്പെടുന്നതുമല്ല. വളരെ ദൂരെ നിന്ന് വരുന്ന കപ്പലുകൾ വീക്ഷിക്കാൻ ഇവ സഹായകമാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരത്തിലേക്ക് കയറുവാൻ വീതിയേറിയ ചരിഞ്ഞ പാത നിർമ്മിച്ചിട്ടുണ്ട്. വെടിക്കോപ്പുകളും മറ്റും അവിടെ എത്തിക്കാനായിട്ടുള്ള സൗകര്യത്തിനാണത്. പ്രവേശന കവാടത്തിന് സമീപം 10 അടിയിലേറെ വീതിയുള്ള കിടങ്ങും ഉണ്ട്. നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് നോക്കിയാൽ കടലും ചുറ്റുവട്ട പ്രദേശങ്ങളെയും വ്യക്തമായിട്ട് കാണാൻ പറ്റും. പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ പ്രവേശന ദ്വാരം കടന്ന് പടവുകളിലിറങ്ങിയാൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ചെറുതെങ്കിലും മനോഹരമായ ബീച്ച് കാണാൻ പറ്റും. കടൽ വഴി വരുന്ന പടക്കപ്പലുകളെ നേരിടുവാനുള്ള ഇടങ്ങൾ, കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, ജലസംഭരണി, ഒളിത്താവളങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഭൂഗർഭ പാതകൾ, സുരക്ഷാ സന്നാഹങ്ങൾ, അപകടത്തിൽപ്പെടുന്നവർക്കും മുറിവേൽക്കുന്നവർക്കും നൽകുന്ന പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം കോട്ടയ്ക്കകത്ത് പണ്ട് ഒരുക്കിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകതകൾ നോക്കാം. ഈ കോട്ടയുടെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മുകളിൽ പീരങ്കി വയ്ക്കാനുള്ള കൊത്തളങ്ങളും ഉയരമുള്ള നിരീക്ഷണ ഗോപുരങ്ങളുമായി വലിയ കോട്ടകൾ രാജാക്കന്മാർ തങ്ങളുടെ രാജധാനിക്ക് ചുറ്റും നിർമ്മിക്കുന്നത് പണ്ട് സാധാരണയായിരുന്നു. എന്നാൽ അസാമാന്യ വിസ്തൃതിയുള്ള ബേക്കൽ കോട്ടയിൽ രാജധാനിയോ ഭരണപരമായ കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളോ ഒന്നും തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബേക്കൽ കോട്ടയുടെ സവിശേഷത ഇത് ശത്രുവിൻ്റെ നീക്കം നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമൊക്കെ വേണ്ടി മാത്രം നിർമ്മിച്ച ഒന്നാണെന്നതാണ്. പല കാലഘട്ടങ്ങളിലായി പല രാജവംശങ്ങളും കോട്ടയുടെ നിയന്ത്രണം കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരിലാരും തന്നെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യാലയവും ഈ കോട്ടയിൽ പ്രവർത്തിപ്പിച്ചിരുന്നില്ല. ശത്രു സൈന്യത്തിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ അതീവ വൈദഗ്ധ്യത്തോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ബേക്കൽ കോട്ട. കോട്ടയുടെ മുകളിലെ നിരീക്ഷണ ഗോപുരങ്ങളിലൂടെ നോക്കുന്നവർക്ക് കാഞ്ഞങ്ങാട്, പള്ളിക്കര, ബേക്കൽ, കൊറ്റിക്കുളം, ഉദുമ എന്നീ സമീപ സ്ഥലങ്ങളിലെ ടൗണുകളിലും അതിൻ്റെ ആകാശ വീക്ഷണമൊക്കെ സാധ്യമാണ്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്തെ കോട്ടയാണ് ബേക്കൽ കോട്ട എന്നതാണ് ഇതിനെ മറ്റു കോട്ടകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളിൽ ഒരു ഘടകം. നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും ഈ കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം പരാമർശയോഗ്യമാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചരിവിൽ രൂപപ്പെടുത്തിയിരിക്കുന്നതും പ്രത്യേകതയുള്ളതാണ്. കോട്ടയുടെ ചുറ്റുമതിലിലെ ദ്വാരങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഏറ്റവും മുകളിലത്തെ ദ്വാരം കടലിൽ ഏറ്റവും ദൂരത്തേക്ക് കാഴ്ച കിട്ടാവുന്ന വിധത്തിലാണ്. തൊട്ട് താഴെയുള്ള ദ്വാരം ആദ്യ കാഴ്ചയുടെ പകുതി ദൂരത്തേക്ക് എത്തുന്നതാണ്. ഏറ്റവും താഴെയുള്ള ദ്വാരത്തിലൂടെ നോക്കിയാൽ കോട്ടയുടെ അരികിൽ ഉള്ള പ്രദേശങ്ങളാണ് കാണാൻ പറ്റുക. അത്തരത്തിലാണ് ആ ദ്വാരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അനുബന്ധ നിർമ്മിതികളെ നോക്കാം. കോട്ടയ്ക്ക് മുൻപിൽ ഒരു പ്രവേശന കവാടം പണികഴിപ്പിച്ചിട്ടുണ്ട്. കോട്ടയോടനുബന്ധിച്ച് ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേരള സർക്കാർ ബേക്കലിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കാനായി ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ മൈസൂർ ഹോർട്ടിക്കൾച്ചർ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി പുഷ്പോദ്യാനം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് എത്താനുള്ള മാർഗം നോക്കാം.
കാസർഗോഡ് നിന്നും 16 കിലോമീറ്റർ അകലെ ഹോസ്ദുർഗ് താലൂക്കിലെ പള്ളിക്കരയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ട് നിന്നും ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബേക്കൽ കോട്ടയിലെത്താൻ പറ്റും. പള്ളിക്കര പഞ്ചായത്തിലെ ബേക്കലിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് പാതയിൽ നിന്ന് 1/2 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയാണ് കോട്ട നിൽക്കുന്നത്. ബേക്കൽ കോട്ടയുടെ അടുത്ത് കാണാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ കോട്ടയിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ബേക്കൽ കടൽ തീരത്തേക്ക്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.